ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്കോ ലെമൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ മാസത്തെക്കുറിച്ചാണ്. ഈ മാസത്തിൽ അമ്മയിലുണ്ടാകുന്ന സിംറ്റംസ്, കുഞ്ഞിൻ്റെ വളർച്ച, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമുക്ക് അമ്മയിലുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മൈൽഡ് ക്രാമ്പിങ്സ് ആണ്. ഈ സമയത്ത് ചില ഗർഭിണികളിൽ മൈൽഡ് ക്രാമ്പിംഗ് അനുഭവപ്പെടുന്നതാണ്. ഇത് എംബ്രിയോ യൂട്രസിൽ ഇംപ്ലാന്റ് ആവുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേത് ലൈറ്റ് സ്പോട്ടിംഗ് ആണ്. ചില ഗർഭിണികൾ ആദ്യത്തെ ഈ മാസത്തിൽ ലൈറ്റ് സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഉണ്ടാവുന്നതാണ്. ഇത് ഇംപ്ലാന്റേഷൻ കാരണം ഉണ്ടാവുന്നതാണ്. മൂന്നാമത്തേത് ബ്രസ്റ്റ് ടെൻഡർനെസ് ആണ്. ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് കാരണം ബ്രസ്റ്റിൽ ടെൻഡർനെസ്സോ അല്ലെങ്കിൽ സ്വെല്ലായതുപോലെയോ നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. നാലാമത്തേത് ഫാക്ടീക്ക് ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടയേർഡോ അല്ലെങ്കിൽ ഫാക്ടീക്കോ ഫീൽ ചെയ്യുന്നതാണ്. അഞ്ചാമത്തേത് മൂഡ് സ്വിങ്സ് ആണ്. ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാക്കാനും കാരണമാവുന്നു. ഇതുകൊണ്ടാണ് ചില ഗർഭിണികളിൽ പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വരാനായിട്ട് കാരണമാവുന്നത്. സെഗ്മെൻറ്റ് നമ്പർ 2, ഫീറ്റൽ ഡെവലപ്മെൻറ്റ്, അതായത് കുഞ്ഞിൻ്റെ വളർച്ചാഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സൈസാണ്. ആദ്യത്തെ ഈ മാസത്തിൽ കുഞ്ഞിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 to 4 മില്ലിമീറ്റർ ഇൻ സൈസായിരിക്കും. ഏകദേശം ഒരു പോപ്പി സീഡിൻ്റെ അത്രയും കുഞ്ഞ് വളർന്നിട്ടുണ്ടാകും. രണ്ടാമത്തേത് ഓർഗൻ ഡെവലപ്മെൻ്റ് ആണ്. കുഞ്ഞിൻ്റെ മേജർ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ട്, ലങ്സ്, ലിവറൊക്കെ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. മൂന്നാമത്തേത് ലിംബ് ഫോർമേഷൻ ആണ്. ഈ സമയത്ത് കുഞ്ഞിന് ടൈനി ലിംബ് ബഡ്സ് വന്നിട്ടുണ്ടാകും. ഇത് പതിയെ വളർന്ന് കൈകളും കാലുകളുമായി മാറുന്നതായിരിക്കും. നാലാമത്തേത് ന്യൂറൽ ട്യൂബാണ്. ന്യൂറൽ ട്യൂബ് ഫോം ആയിട്ടുണ്ടാകും. ഇത് വളർന്ന് ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡുമായി മാറുന്നതായിരിക്കും. സെഗ്മെൻറ്റ് നമ്പർ 3, ടിപ്സ് ആൻഡ് പ്രിക്കോഷൻസ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. കാരണം ഫോളിക് ആസിഡ് എടുക്കുന്നത് കൊണ്ട് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞിന് ബർത്ത് ഡിഫക്റ്റ് വരാതെ, അതായത് ജനന വൈകല്യങ്ങൾ വരാതെ ഫോളിക് ആസിഡ് തടയുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഈ സമയത്ത് നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുവാനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഓൾ ഗ്രെയിൻസും കഴിക്കുവാനും മറക്കരുത്. ധാരാളം വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിക്കുവാൻ, അത് ഏതിലൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്, കാൽഷ്യം അതുപോലെ തന്നെ വിറ്റാമിൻസ് അടങ്ങിയ ഫുഡ്സ് ഒന്നും കഴിക്കാൻ നിങ്ങൾ ഈ സമയത്ത് മറക്കരുത്. മൂന്നാമത്തേത് അവോയ്ഡ് ഹെവി ലിഫ്റ്റിംഗ് ആണ്. ഈ ആദ്യത്തെ മാസങ്ങളിൽ അമിതഭാരം എടുക്കുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനെ അമിതഭാരം എടുക്കുകയാണെങ്കിൽ അത് മിസ്കാരേജ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നാലാമത്തേത് റെസ്റ്റ് ആണ്. ഈ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസങ്ങളിൽ. ഇത് നിങ്ങൾക്ക് സെൽഫ് കെയർ കിട്ടുവാനും അതുപോലെ തന്നെ സ്ട്രെസ്സും ഫാക്ടീക്കും കുറക്കുവാനും സഹായിക്കുന്നു. സെഗ്മെൻറ്റ് നമ്പർ 4, വാട്ട് ടു എക്സ്പെക്റ്റ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻക്രീസഡ് സിംറ്റംസ് ആണ്. ഇനി വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ സിംറ്റംസ് ഇൻക്രീസ് ആയതായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. കാരണം നിങ്ങളിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. കൂടുതലായിട്ടും മോർണിംഗ് സിക്നസ്സും അതുപോലെ തന്നെ ഫാക്ടീക്കൊക്കെ ഇൻക്രീസ് ആയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. രണ്ടാമത്തേത് ഫീറ്റൽ ഗ്രോത്ത് ആണ്. വരും ആഴ്ചകളിൽ കുഞ്ഞ് വേഗത്തിൽ വളരുന്നതായിരിക്കും. മൂന്നാമത്തേത് പാരൻ്റൽ അപ്പോയിൻമെൻറ്റ്സ് ആണ്. വരും മാസങ്ങളിൽ നിങ്ങൾ ഡോക്ടറിനെ കാണുവാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഹെൽത്തും മോണിറ്റർ ചെയ്യാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി കോക്കോ ലെമൺ ഫോളോ ചെയ്യൂ.